അതുപോലെ നമുക്ക് രാത്രി നമ്മുടെ അവസ്ഥ അറിയാമല്ലോ, നമ്മൾ ഒട്ടകപ്പക്ഷി എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇപ്പോഴത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് വരാൻ പറ്റിയതുണ്ടോ. അത്യാവശ്യം ഒരു 8 മന്ത് പ്രായമൊക്കെ ഉള്ള ഓസ്ട്രിച്ച്, ഒരു മെയിലും ഒരു ഫീമെയിലും. അതിലായതുകൊണ്ട് കാണാൻ നമുക്ക് പെറ്റ് ഷോപ്പിൽ ചെന്നതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം. അപ്പോൾ നമ്മളെ കണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കുക. കാരണം ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പേടി. ആ ഫസ്റ്റ് പോകുന്നതാണ് മെയിൽ, പുറകെ പോകുന്ന ഫീമെയിൽ. ഏകദേശം ഒരു 5 മാസം കൂടെ കഴിയുമ്പോൾ എൻ്റെ കളർ മെയിലും ഫീമെയിലും ഡിഫറെൻറ്റ് കളറാവും. മെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡായിരിക്കും, ഫീമെയിൽ ഈ കളറിനകത്ത് തന്നെ ഇച്ചിരി ഡാർക്ക് വരും. അപ്പോൾ നമ്മൾ കണ്ട ഒട്ടകപ്പക്ഷി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ സലാമുക്കാടയിൽ നമ്മുടെ സുഹൃത്തിൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെയും തന്നെ എടുക്കുന്നത്, ആലപ്പുഴയുള്ള. അപ്പം ഇതെല്ലാം സലാമുക്കാടെ മക്കളാണ്. ഈ ഇടയാൾ ഇതുണ്ടോ, നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ഫോളോവറാണെന്നാണ് പറയുന്നത്. ഒരു ഉമ്മ എന്ന മാമയ്ക്ക് എന്നെ വന്നപ്പോഴേ ഓടി വന്നൊരു ഉമ്മയൊക്കെ തന്നിരുന്നു. ഇയാളെ എല്ലാം കൊണ്ടുപോകും. വരുന്നോ, വീട്ടിൽ വരുന്നോ? നമ്മുടെ പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോയല്ലോ. ഏകദേശം 7 മാസം 8 മാസം പ്രായമുള്ള ഓസ്ട്രിച്ചാണ്. ഈ ഫസ്റ്റ് കാണുന്നതാണ് മെയിൽ, ഫീമെയിൽ എൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഇതിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു 4 ഫീറ്റ് എൻ്റെ വലിപ്പം വരും. പിന്നെ നമ്മൾ രാത്രിയിലായതുകൊണ്ട് പിടിക്കാൻ എളുപ്പമാണ്. ഈ പകൽ വരുമ്പോൾ ഇതുകൊണ്ടൊക്കെ ഒന്നും വന്ന് നിൽക്കുന്നത്. എന്നാൽ അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഇവരെയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയിലോട്ട് കയറ്റുന്ന കുറച്ച് ടാസ്ക് ഉണ്ട്. വണ്ടിയിലോട്ട് കയറ്റുക എന്ന് പറയുന്ന ടാസ്ക്കാണ്. നമുക്ക് നോക്കാം, വാ. അപ്പോൾ ഇതാണ്ടേ നമ്മളെ സലാമുക്ക പയ്യെ കൊണ്ടുവന്നാണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന കാണാം. പയ്യെ എടുത്തു പേടി കാലി പിടിച്ചു, ഒരു കാലി പിടിച്ചു. റിലാക്സ് ചെയ്യും, റിലാക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒട്ടകപ്പക്ഷി പിടിച്ചിട്ടുണ്ട്. നമ്മൾ സലാമുക്കാടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പിടിക്കുന്നത്. സലാമുക്ക ആണ് സിമ്പിളായിട്ട്, ഞാൻ വിചാരിച്ച് ഒരുപാട് ടൈം എടുക്കും. നമ്മൾ യമുനൊക്കെ പിടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, പുള്ളിക്കാരൻ അത്രയും പെറ്റായിട്ട് വളർത്തുന്നതുകൊണ്ടാണ് പുള്ളിക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പെറ്റ് ഷോപ്പിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇത് സലാമുക്കയുടെ മക്കളാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.